ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കേണ്ട ഒരു പ്രശ്നമില്ല. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി വന്നിട്ടുണ്ട്. അദ്ദേഹവും ഞാൻ പറഞ്ഞ കാര്യവും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ അതായത് SDPIയുടെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കന്മാർ തമ്മിൽ കാണുന്നത് അത് CPMൻ്റെ നേതാക്കന്മാർ തമ്മിലാണെങ്കിൽ പോലും പൊതുപ്രവർത്തകന്മാർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഹോട്ടലിൽ വെച്ചോ അല്ലാത്തിടത്ത് വെച്ചോ പരസ്പരം കാണുന്നതും സംസാരിക്കുന്നതും രാഷ്ട്രീയം സംസാരിക്കുന്നതും അതൊട്ടും തെറ്റായ ഒരു കാര്യമല്ല, അതൊരു അപരാധമല്ല. അത് ഇനി ബന്ധങ്ങൾ SDPയെ സംബന്ധിച്ചിടത്തോളം SDPയുമായി UDFO LDFോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുണ്ടാക്കാൻ തയ്യാറായാൽ പോലും അത് ജനാധിപത്യപരമായി തെറ്റല്ല. SDPI ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ രാജ്യത്തെ 4-5 സ്റ്റേറ്റുകളിൽ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കണം, തമിഴ്നാട്ടിൽ ഈ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ദിനകരൻ്റെ പാർട്ടിയുമായി സഖ്യത്തിലാണ് ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് SDP ആ അർത്ഥത്തിൽ കാണേണ്ട ഒന്നല്ല. ഇവിടെ CPMൻ്റെ നേതാവ് ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ ഒരു കാര്യം ഇവിടെ പ്രത്യേകം പരാമർശിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം വർഗീയതയ്ക്ക് പുതിയ വ്യാഖ്യാനം നൽകിയിരിക്കുകയാണ്. മതേതരത്വത്തിന് ഇന്ത്യൻ ഭരണഘടനയോട് യോജിക്കാത്ത വ്യാഖ്യാനമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അദ്ദേഹം നൽകിയ വ്യാഖ്യാനം അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടന മാറ്റി എഴുതേണ്ടി വരും. ഇന്ത്യൻ ഭരണഘടന ഈ രാജ്യത്തെ ഏതൊരു പൗരനും അവൻ്റെ സ്വന്തം മതവിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതപരമായി സംഘടിക്കാനും പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യം നൽകുമ്പോൾ അത് വർഗീയതയാണ് എന്ന വ്യാഖ്യാനമാണ് അതിന് ശ്രീ കൃഷ്ണദാസ് നൽകുന്നത്. ഇത് CPMൻ്റെ നിലപാടാണ്. ഈ നിലപാട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണം, ഇത് കേവലം പൊന്നാനിയിൽ മുസ്ലിം ലീഗിന് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായതുകൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നമല്ല. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് ഒരു പ്രതിസന്ധിയുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈസി ആയിട്ട് മുസ്ലിം ലീഗിന് ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ SDPയുടേതായ കാരണം കൊണ്ട് മത്സരിക്കാതിരുന്നപ്പോൾ മതമൗലികവാദികൾ ഒന്നിക്കുന്നുവെന്ന പ്രചരണം നടത്തിയ പാർട്ടിയാണ് CPM. അപ്പോൾ CPMന് കേവലം പൊന്നാനിയല്ല പ്രശ്നം. മാത്രമല്ല, മലപ്പുറത്ത് ഹൈവേയുടെ പേരിൽ സമരം നടന്നപ്പോൾ താലിബാൻ മോഡൽ സമരം എന്ന് അതേക്കുറിച്ച് പറഞ്ഞ മന്ത്രി CPMൻ്റെ നിലവിലുള്ള സർക്കാരിലെ മന്ത്രിയാണ്. മലപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് സംഘടിച്ച് വളർന്നു വരുന്നതിനെ മുഴുവൻ മതമൗലികവാദമായും വർഗീയതയായും ചിത്രീകരിച്ച് ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും വർഗീയത വളർത്താനും വേണ്ടിയുള്ള CPMൻ്റെ ശ്രമം ഇത് BJPയുടെ മറ്റൊരു പതിപ്പാണ്. ദേശീയ തലത്തിൽ ഇന്ത്യയിൽ BJP കളിക്കുന്ന ഈ വർഗീയ രാഷ്ട്രീയം കേരളത്തിൽ CPM പ്രയോഗിക്കുന്നു. അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഇനിയും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ആകെയുള്ളത് ഈ മലപ്പുറത്ത് ഈ സ്വാധീനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങളുടേതായ കാരണം കൊണ്ട് മലപ്പുറം മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്നു എന്ന് പറയുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി അവിടെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടി ഈ 50,000-ഓളം വോട്ടുകൾ വേണ്ടെന്ന് വെച്ചു SDPI. ആ ഒരു വിമർശനം വന്നതാണല്ലോ ആ സമയത്തും. അതിനെയൊക്കെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. പൊന്നാനിയിൽ ഇപ്പോൾ പൊന്നാനിയിൽ ഇപ്പോൾ 27,000-ന്റെ പ്രശ്നമല്ല, 1.5 ലക്ഷം മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് SDPയുടെ 50,000-ന്റെ പ്രസക്തിയില്ല. ഈ പൊന്നാനിയിൽ ഇപ്പോൾ നിങ്ങൾ വിരൽ ചൂണ്ടുമ്പോൾ തന്നെ CPMന്റെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ തന്നെ ഈ പരസ്പരം കൊടുക്കൽ വാങ്ങൽ ഉണ്ടല്ലോ, അണികൾ അറിയാതെയുള്ള. ഇപ്പോൾ ലീഗിന്റെ അണികൾ ഒരു കാരണവശാലും SDPയുമായുള്ള ഈ ബാന്ധവത്തെ അംഗീകരിക്കുകയില്ല. ഈ പൊന്നാനിയിൽ തന്നെ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് തന്നെ ലീഗുമായിട്ട് ചർച്ച നടത്തുകയാണോ ചെയ്യുന്നത്? പൊന്നാനിയിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുവല്ലോ, മലപ്പുറത്ത് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുമില്ല, പക്ഷേ പറയുന്നുണ്ട് മറ്റ് മണ്ഡലങ്ങളിൽ കൂടി ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന്. നിലവിൽ പിന്നെ അങ്ങനെ ഒരു ബാന്ധവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ബാന്ധവം മുസ്ലിം ലീഗും SDPയും തമ്മിൽ അങ്ങനെ ഒരു ബാന്ധവം ജനാധിപത്യപരമായ രീതിയിൽ ഉണ്ടാക്കിയാൽ അത് ലീഗിൻ്റെയും SDPയുടെയും അണികൾ അംഗീകരിക്കും. ലീഗ് ആ അർത്ഥത്തിലുള്ള ഒരു പാർട്ടിയാണ്. ഇവിടെ ലീഗിൽ പോലും മതേതരത്വത്തെ സംശയിക്കുന്ന തരത്തിൽ CPM നടത്തുന്ന പ്രചരണം BJPയെ സഹായിക്കാനല്ലാതെ മറ്റെന്തിനാണ്? ശരി, NN കൃഷ്ണദാസിലേക്ക് വരുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി ഒരു കാര്യം കൂടി അബ്ദുറഹ്മാൻ രണ്ടത്താണി, ലീഗും SDPയും തമ്മിൽ ഒരു ബാന്ധവം ഉണ്ടായാൽ അതിനെ അണികൾ അംഗീകരിക്കുമെന്ന് ഏതർത്ഥത്തിലാണ് അബ്ദുൾ മജീദ് ഫൈസി ഇക്കാര്യം പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല.
ഇല്ല, മുസ്ലിം ലീഗ് പാർട്ടിയുടെ നിലപാട് വളരെ സുചിന്തിതമായി ഞങ്ങളെടുത്ത തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഓരോ പാർട്ടിയെയും വസ്തുനിഷ്ഠമായി പഠിച്ച് രാഷ്ട്രീയത്തെ അപഗ്രഥനം ചെയ്ത് ഞങ്ങളുടെ പാർട്ടി എടുക്കുന്ന നിലപാടുകൾ ശരിയാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. കാരണം ആ കാലം തെളിയിച്ചത് കൊണ്ടാണ് ബാബരി മസ്ജിദ് തകർന്ന ഘട്ടത്തിൽ പോലും അന്ന് BJPക്കെതിരായി, അന്ന് കോൺഗ്രസിനെതിരായ നിലപാട് സ്വീകരിക്കണമെന്ന് CPM പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞത് കോൺഗ്രസ് തകരരുത്, കോൺഗ്രസിനോടൊപ്പം നിൽക്കണം. പിന്നീട് നിങ്ങൾക്കറിയാം, ഒന്നാം UPA ഗവൺമെൻറ്റിൽ കോൺഗ്രസിനെ CPMന് പിന്തുണയ്ക്കേണ്ടി വന്നു. ഇന്ന് പല സ്ഥലങ്ങളിലും ഈ തെരഞ്ഞെടുപ്പിൽ CPMന് കോൺഗ്രസിനോടൊപ്പം മത്സരിക്കേണ്ടി വരുന്നു. നിലപാടുകൾ എടുക്കുന്ന കാര്യങ്ങളിൽ രാഷ്ട്രീയ വിശകലനത്തിൽ മുസ്ലിം ലീഗിനോടൊപ്പം എത്താൻ ഇന്നും CPMന് സാധിച്ചിട്ടില്ല. ഇന്നത്തെ ഞങ്ങളുടെ രാഷ്ട്രീയ വിശദീകരണത്തിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞങ്ങളെടുത്ത നിലപാടാണ് ഇന്ന് SDP എന്ന കക്ഷിയോട് ഞങ്ങളുടെ സമീപനം. ആ സമീപനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആ നിലപാടിൽ മാറ്റമില്ല. ഇന്നേ വരെ എടുത്ത നിലപാടിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്.